ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ടാണ് ഇവിടെ. നമുക്ക് ഇന്നിവിടെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ടൈമിങ്ങിലുള്ള ഫയർ വർക്ക്സ് ഉണ്ട്. നമ്മൾ അത് കാണാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു 5 o'clock ആയിട്ടുണ്ട് ഇപ്പോൾ. സോ ഐ തിങ്ക് ഫ്രം ഈവനിങ് 7 o'clock ഓൺവേർഡ്സ് ആണെന്ന് തോന്നുന്നു ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൺട്രിയുടെ സമയത്തും അതുപോലുള്ള ഫയർ വർക്ക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അതവിടെ ഹസ്ബൻഡും മോളും ചായക്ക് കുടിച്ചവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്ലോബൽ വില്ലേജിൽ ഞങ്ങൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും വരും. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫയർ വർക്ക്സ് കാണാനായിട്ട് ഇവിടെ വരുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവരെ കാണാനായിട്ട് പോവാം. ഇവിടെ എവിടെയോ ഉണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ അടുത്ത് ക്യാച്ചപ്പ് ചെയ്യാം. ഫൈനലി ഞങ്ങൾ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇതാണ് അച്ചു. ഞങ്ങൾ വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഈ ഇടയ്ക്ക് ഞങ്ങൾ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയിട്ടുണ്ടായിരിക്കും അച്ചുവിനെ. അച്ചു നടവ് ഞങ്ങൾ വിളിക്കുന്നത്. അർച്ചന എന്നാണ് പേര്. അച്ഛൻ്റെ അമ്മയാണ്, ഹസ്ബൻഡ് അമ്മയാണ്. അമ്മ എന്തോ ആലോചിച്ചിട്ടിരിക്കും. അമ്മ രണ്ടുപേരും വരാറുണ്ട് കേട്ടോ. അവര് ഇവിടെ എവിടെയോ സർക്കിളിന് പോയിരിക്കും. ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ അതാ അച്ചുവിൻ്റെ ഹസ്ബൻഡ് ജിജോയും അതുപോലെ മോള് ഇഷിക്കുകയും തായിരിക്കുകയാണ്. എന്തിനാ വാള് ഇത് ജാപ്പനീസ് പവലിയിൽ നിന്ന് വാങ്ങിച്ച വാളാണ്. 2 കുട്ടികളുടെയും കയ്യിലിരിക്കുന്നത് കണ്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് മാത്രം അവർക്കും അറിയില്ല, നമുക്കും അറിയത്തില്ല. 8 മണിക്ക് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്സോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ ഡ്രോൺ ഷോ ആയിരുന്നു. ഹാപ്പി ന്യൂ ഇയർ ചൈന എന്നെഴുതിയ ഒരു ഡ്രോൺ ഷോ ആയിരുന്നു ഫസ്റ്റ്. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡായിട്ട് ഫയർ വർക്ക്സ് വരുമായിരുന്നു ചെയ്തത് കേട്ടോ. എന്തൊരു വൈബായിരുന്നു അവിടെ, ഒരു രക്ഷയുമില്ല കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഫയർ വർക്ക്സും അതുപോലെ നെക്സ്റ്റ് അതർ സൈഡായിട്ടാണ് ഡ്രോൺ ഷോയും വന്നത്. അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, ഡ്രോൺ ഷോയുടെ എടുക്കണോ അതുപോലെ തന്നെ ഫയർ വർക്ക്സ് എടുക്കണോ അങ്ങനെയൊക്കെ. ഇത്രയും ബഹളം നിറഞ്ഞ അന്തരീക്ഷം ഞാൻ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം പല സ്ഥലത്തും നമ്മൾ ഫയർ വർക്ക്സിന് പോയിട്ടുണ്ടെങ്കിലും, കാരണം ഇവിടെ മൾട്ടി നാഷണൽസ് ഉള്ളത് കൊണ്ടും നേരത്തെ തന്നെ ഫയർ വർക്ക്സ് തുടങ്ങിയതുകൊണ്ട് ആണോ എന്ന് എനിക്കറിയില്ല, ഒടുക്കത്തെ ബഹളമായിരുന്നു മൊത്തത്തിൽ, ഒരു രക്ഷയില്ല. അതിനുശേഷം 9 o'clock കേട്ടോ തായ്ലൻഡ് ഫയർ വർക്ക്സ്. അതും സെയിം ഇതുപോലെ തന്നെയായിരുന്നു. ഒരു സൈഡ് ഡ്രോൺ ഷോ, അതർ സൈഡ് നമുക്ക് ഫയർ വർക്ക്സും ആയിട്ടായിരുന്നു. പിന്നെ 10 o'clock ബംഗ്ലാദേശിൻ്റെ ഉണ്ടായിരുന്നു, 10:30 നമ്മുടെ ഇന്ത്യയുടെ, അതുപോലെ 11 o'clock നമ്മുടെ പാകിസ്ഥാൻ്റെ ഫയർ വർക്ക്സ്. അതിനുശേഷം നമ്മുടെ ടൈം 12 o'clock ആയപ്പോൾ UAEയുടെ ഫയർ വർക്ക്സും ഡ്രോൺ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 15 minutesോളം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഡ്രോൺ ഷോ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് എല്ലാം കൂടെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോൺ ഓഫായി പോയി. പക്ഷേ ഞാൻ ലൈവായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. കാരണം ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ മൾട്ടി നാഷണൽസിൻ്റെ ഇടയിൽ എക്സ്പീരിയൻസ് ചെയ്തത് വാവ്, ഇറ്റ് ഈസ് അമേസിങ്. നെക്സ്റ്റ് ഇയറെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് നമ്മുടെ ഈ ന്യൂ ഇയർ ആഘോഷിക്കണം കേട്ടോ. അവിടെ നമുക്ക് ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ പിന്നെ ക്ലൈമറ്റും നല്ലതാണ്. ഇത്രയും ആൾക്കാരുടെ ആ ഒരു വൈബും ഒക്കെ സൂപ്പറാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. UAEയുടെ ഫയർ വർക്ക്സ് കഴിഞ്ഞ ശേഷം 1 മണിക്ക് ടർക്കിയുടെ ഫയർ വർക്ക്സ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്ക് മിസ്സായി ഗൈസ്, സോറി. പക്ഷെ ഞങ്ങളത് കണ്ടു കേട്ടോ, എല്ലാ ഫയർ വർക്ക്സും കണ്ടു. പക്ഷെ എനിക്ക് എല്ലാം ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ 1 മണിക്കുള്ള ഫയർ വർക്ക്സും കണ്ടതിന് ശേഷമാണ് മിക്ക ആൾക്കാരും പോയത്. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ഈവനിങ് ആഘോഷിച്ചത് ഗ്ലോബൽ വില്ലേജിൽ. ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. വിഷിംഗ് യു an amazing, wonderful and peaceful new year. Take care all. Bye. See you until next time. This is Reshma signing off.